എല്ലാ പ്രിയ കൂട്ടുകാർക്കും KN ഓർഗാനിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലുള്ള കായ്ഫലമുള്ള ആകെ ഒരു തെങ്ങായ ഈ തെങ്ങിന് ഗ്രീൻ പ്ലാന്റിൻ്റെ വളങ്ങൾ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനു മുമ്പ് നമുക്ക് ഈ തെങ്ങിൻ്റെ വീഡിയോ ഒന്ന് കാണാം. ഇത് ഒരു 15 വർഷത്തോളമായ നാടൻ തെങ്ങാണ്. ഇതിൽ ആദ്യമേയൊക്കെ ഒരു 4 മുതൽ 5 വരെ തേങ്ങകൾ മാത്രമാണ് പിടിച്ചിരുന്നത്. ഇപ്പോൾ ഒരു കുലയിൽ 10 മുതൽ 12 തേങ്ങയിൽ കൂടുതൽ പിടുത്തമുണ്ട്. നമുക്ക് ഇതിൽ വീഡിയോയിൽ കാണാം. എല്ലാം തന്നെ ഇപ്പോൾ അത്യാവശ്യം വരുന്ന കൂമ്പുകളും എല്ലാം അത്യാവശ്യം നല്ല വെള്ളയ്ക്ക പിടിക്കുന്നുണ്ട്. മുകളിലോട്ടൊക്കെ പുതിയ കൂമ്പുകൾ വന്നിട്ടുണ്ട്. അതിലുമൊക്കെ അത്യാവശ്യം വെള്ളയ്ക്ക പിടിക്കുന്നുണ്ട്. സാധാരണ വിളകൾക്കൊക്കെ മെയ്, ജൂൺ, അതുപോലെ തന്നെ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് വളപ്രയോഗം നൽകി വരുന്നത്. നമ്മുടെ കേരളത്തിലെ മണ്ണിന് അസിഡിറ്റി കൂടുതലായതിനാൽ 1 കിലോ ഡോളോമൈറ്റ് നമ്മൾ കുമ്മായമോ അല്ലെങ്കിൽ പച്ചക്കക്കയോ ഇടാവുന്നതാണ്. അതിനേക്കാൾ കുറച്ചുകൂടി മഗ്നീഷ്യത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളത് ഡോളോമൈറ്റ് ആയതിനാൽ ഡോളോമൈറ്റാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ 1 കിലോ ഡോളോമൈറ്റും അതുപോലെ 1 കിലോ കല്ലുപ്പും കൂടി നൽകിയതിന് ശേഷം നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് 1 കിലോ നൽകാവുന്നതാണ്. അത് മണ്ണിലെ കീടങ്ങളെയൊക്കെ നശിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമായതിനാൽ വേപ്പിൻ പിണ്ണാക്ക് 1 കിലോ കൂടി നൽകിക്കൊണ്ട് വലിയ തെങ്ങിനൊക്കെ ഒരു തെങ്ങിന് 50 കിലോയോളം ജൈവവളങ്ങൾ നൽകാവുന്നതാണ്. അത് ചാണകപ്പൊടി അല്ലെങ്കിൽ ചൂട് കളഞ്ഞ കോഴിവളം, ആട്ടിൻകാഷ്ടം, അല്ലെങ്കിൽ ജൈവ കമ്പോസ്റ്റ്, അങ്ങനെ ഏതെങ്കിലും ഒരു മീഡിയ ഏതൊക്കെയാണോ ലഭ്യമായത് അതെല്ലാം നമുക്ക് നൽകാവുന്നതാണ്. അതുപോലെ നമുക്ക് തെങ്ങിന് നല്ല രീതിയിൽ വെള്ളം നൽകേണ്ടതാണ്. ഒരു തെങ്ങിന് കുറഞ്ഞത് 50 ലിറ്ററോളം, വലിയ തെങ്ങിന് 50 ലിറ്ററോളം വെള്ളം നൽകുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഉണക്ക സമയത്ത് വെള്ളം കൂടി നൽകാൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ പൊട്ടാഷ്, പ്രോം അതുപോലുള്ള വളങ്ങൾ ഇടുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടുതൽ നൽകാൻ സാധിച്ചാൽ കുറച്ചുകൂടി മികച്ച റിസൾട്ട് ലഭിക്കുന്നതാണ്. അപ്പം വെള്ളം കൂടി നൽകിക്കൊണ്ട് എല്ലാ വിളകൾക്കും ആവശ്യമായ അടിസ്ഥാന വളം, സൂര്യപ്രകാശം, നീർവാർച്ച, വെള്ളം എന്നിവ ഉറപ്പാക്കിക്കൊണ്ട് നമ്മുടെ ഗ്രീൻ പ്ലാന്റ് ജൈവവളങ്ങൾ വർഷത്തിൽ 4 പ്രാവശ്യം 3 മാസം ഇടവിട്ട് അതിൻ്റെ പറയുന്ന അതേ രീതിയിൽ വേണ്ട അളവിൽ കൃത്യമായ അളവിൽ കൃത്യമായ ഇടവേളകളിൽ നൽകിക്കഴിഞ്ഞാൽ ഇതുപോലെ മികച്ച റിസൾട്ട് നമുക്ക് സാധ്യമാണ്. ചെടികൾ, പച്ചക്കറികൾ, അതുപോലെ തന്നെ തെങ്ങ് പോലുള്ള ഏതുതരം ഫലവൃക്ഷങ്ങളും വിളകൾക്കുമെല്ലാം നമ്മൾ പ്രധാനമായും വളർച്ചയ്ക്കും അതുപോലെ തന്നെ പൂക്കുവാനും കായ്ക്കാനും ഒക്കെ നൽകുന്ന പ്രധാനപ്പെട്ട ഗ്രീൻ പ്ലാന്റ് വളങ്ങളാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ തന്നെ. ഈ വളങ്ങൾ മാത്രം നൽകിക്കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വിളവ് ലഭിക്കാൻ സഹായിക്കുന്നതാണ്. നമുക്ക് ഈ പ്രൊഡക്റ്റിനെ പരിചയപ്പെടാം, ഈ ഉൽപ്പന്നങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഇത് എന്ന് പറയുന്നത് റൂട്ട് പവറാണ്. ഇതിൻ്റെ റൂട്ടിനെ നമുക്ക് ബലപ്പെടുത്താനും റൂട്ടിലൂടെ ഉണ്ടാകുന്ന അസുഖങ്ങളും അതുപോലെ തന്നെ ആഴത്തിലേക്ക് ഇറങ്ങി വളം വലിച്ചെടുക്കാനും ഒക്കെ റൂട്ടിനെ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇത് നമ്മൾ പച്ചക്കറികളായ വഴുതന, തക്കാളി എന്നിവയ്ക്ക് 5 ഗ്രാം മതിയാവും. 5 ഗ്രാം നൽകുന്നതിലൂടെ നമുക്ക് അതിൻ്റെ റൂട്ടിലൂടെ ഉണ്ടാകുന്ന അസുഖങ്ങൾ, ഈ വാട്ടരോഗം പോലുള്ളവയൊക്കെ പ്രതിരോധിക്കാൻ സഹായിക്കും. അതൊന്നുമില്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഭൂമി പവർ നമുക്ക് ചെറിയ വിളകൾക്ക് 20 ഗ്രാം മതിയാവും. അതുപോലെ ഈ റൂട്ട് പവർ നമുക്ക് ചെറിയ ഇടത്തരം തെങ്ങിനൊക്കെ ആണെങ്കിൽ നമുക്കൊരു 25 ഗ്രാം, വലിയ തെങ്ങുകളൊക്കെ ആണെങ്കിൽ നമുക്കൊരു 50 ഗ്രാം വരെയൊക്കെ ഇടാം. തീരെ ചെറിയ തെങ്ങുകളൊക്കെ ആണെങ്കിൽ ഒരു 10 ഗ്രാം മുതൽ 20 ഗ്രാം വരെയൊക്കെ നമുക്ക് നൽകാവുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഭൂമി പവറും അതുപോലെ തന്നെ ഇടത്തരം തെങ്ങുകൾക്ക് ആണെങ്കിൽ ഒരു 100 ഗ്രാം, വലിയ തെങ്ങുകൾക്ക് 200 ഗ്രാം വരെ നൽകാവുന്നതാണ്. മിനിമം ആണ് ഞാൻ പറയുന്നത്. അത് കൂടുതൽ നമുക്ക് നൽകിയാൽ കൂടുതൽ വിളവ്, മിനിമം 200 ഗ്രാമെങ്കിലും നൽകിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വിളവ് ലഭിക്കും. ഈ പ്രീമിയം അതുപോലെ തന്നെ ഭൂമി പവർ, റൂട്ട് പവർ, ഇത് 3 ആദ്യം തുടക്കത്തിൽ ഏത് വിളകൾക്കും നമ്മൾ നൽകുന്ന ഉൽപ്പന്നമാണ്. അതുപോലെ 3 മാസം ഇടവിട്ട് നമ്മൾ പച്ചക്കറി വിളകളൊക്കെ ആണെങ്കിൽ, ഷോർട്ട് ടൈം വിളകളാണെങ്കിൽ നമുക്കതനുസരിച്ച് പീരീഡ് 2 ആഴ്ച അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് നൽകാവുന്നതാണ്. ഇതും അതുപോലെ തന്നെ 3 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിൽ തന്നെയാണ് നമ്മളെടുക്കുന്നത്. അത് നമുക്ക് വലിയ തെങ്ങിനൊക്കെ ആകുമ്പോൾ 25 ml, ഈ പറഞ്ഞ പോലെ 50 ml എന്നുള്ള അളവിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ
ഇവയൊക്കെ തന്നെ ഈ ഗ്രോ നൈട്രോക്കിംഗ് എന്നിവയൊക്കെ തന്നെ നേരത്തെ തന്നെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇവയൊക്കെ തന്നെ നമുക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളാണ്. ഇവയെല്ലാം 3 ml 1 ലിറ്റർ വെള്ളം ഈ സ്പ്രെഡോൾ എന്ന സ്പ്രെഡ് ചെയ്ത് പിടിക്കാനും മണ്ണിലൊക്കെ തന്നെ അതിൻ്റെ പറ്റി പിടിക്കാനും ഒക്കെ നമ്മൾ സഹായിക്കുന്ന ഈ സ്പ്രെഡോൾ എന്ന സാധനം 1 ml ഈ ഉൽപ്പന്നം 1 ml നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്താണ് നമുക്ക് ഇതിനെ എല്ലാം നൽകുന്നത്. അപ്പോൾ വലിയ വിളകളാകുമ്പോൾ അതനുസരിച്ച് 25 ml 50 ml എന്നുള്ള രീതിയിൽ നമുക്കത് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ബ്ലൂം നമുക്ക് പൂക്കുന്ന സമയത്ത് നൽകുന്ന ഉൽപ്പന്നമാണ്. ബ്ലൂമിനോടൊപ്പം തന്നെ NPK അടങ്ങിയിട്ടുള്ള ഈ നൈട്രോക്കിങ് നമ്മൾ 3 ml വീതം 1 ലിറ്റർ വെള്ളത്തിൽ ഈ സ്പ്രെഡോളും കൂടി ചേർത്ത് നമുക്ക് നൽകാവുന്നതാണ്. ഇതുപോലെ നമുക്ക് 4 ചെറിയ കുഴികളെടുത്ത് പല വർഷങ്ങൾക്കായാലും തെങ്ങൊക്കെയായാലും എല്ലാം നൽകാവുന്നതാണ്. ഈ 3 കുഴികളെല്ലാം തന്നെ ഞാനത് എല്ലാം ഇട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ അത് വീഡിയോ ലെങ്ത് കൂടണ്ടെന്ന് വെച്ചിട്ട് ഞാനത് ആദ്യം തന്നെ അതെല്ലാം ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഈ ഒരു കുഴിയിൽ നമുക്കത് ആ ഉൽപ്പന്നം ഇടുന്നത് നമുക്കൊന്ന് കാണാം. നമുക്ക് ഇതാണ് ഈ ഭൂമി പവർ എന്ന് പറയുന്ന സാധനം. ഭൂമി പവർ നമുക്ക് ഇതുപോലെ ഇതാണ് ഭൂമി പവർ. ഇത് നമ്മൾ ഇതുപോലെ ഈ ഒരു കുഴിയിലത്തേക്കുള്ള ഇതാണ് നമ്മൾ എടുത്തിപ്പിച്ചിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഒരു 50 ഗ്രാമോളം നമ്മൾ ഈ കുഴിയിലിട്ടു. അതുപോലെ നമുക്ക് ഈ റൂട്ട് പവർ ഇതൊരു നമ്മൾ മിക്കരി പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. ഇത് നമ്മുടെ റൂട്ടിനെ എല്ലാം ബലപ്പെടുത്താനും പറഞ്ഞ റൂട്ടിനെ എല്ലാം വേൾഡിലുള്ള അസുഖങ്ങളൊക്കെ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്ന ഉൽപ്പന്നമാണ്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പ്രീമിയവും ഭൂമി പവറും ഇതെല്ലാം നൽകിയതാണ്. ഇപ്പോൾ നമുക്ക് സെക്കൻഡ് ട്രിപ്പ് നമ്മൾ ഇത് ബ്ലൂമും അതുപോലെ തന്നെ നൈട്രോക്കിനും കൂടി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മൾ ഇത് ബാക്കി എല്ലാ കുഴികളിലും നമ്മളിത് ഒഴിച്ച് നമ്മളിത് നല്ല രീതിയിൽ പുതയിട്ട് കൊടുക്കുന്നത്. ഒഴിച്ചതിന് ശേഷം അതിനാണ് നമ്മൾ ഈ കരിയിലിട്ട് പുതയിട്ടാക്കുന്നത് കാണാം. ഇതിപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ ഈ ഒരു കുഴിയിലേക്കുള്ളത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഈ കരിയില അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ടതിന് ശേഷം എന്തെങ്കിലും വളങ്ങളുണ്ടെങ്കിൽ വളങ്ങളും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഇതുപോലെ ഇത് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നേരത്തെ ഞാൻ കാണിച്ചിരുന്നു കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന വിധം. ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കമ്പോസ്റ്റാണ്. ഇതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചാണകം അതുപോലെ തന്നെ പ്രീമിയം നമ്മുടെ ഭൂമി പവർ എന്നിവ ഉപയോഗിച്ച് കമ്പോസ്റ്റാക്കി എടുത്ത കമ്പോസ്റ്റാണ്. ഇതെല്ലാം തന്നെ ഞാൻ ഈ കുഴികളിലേക്ക് എല്ലാം തുല്യമായിട്ട് ഞാൻ ഇട്ട് നൽകിയ ശേഷം ചെറിയ രീതിയിൽ ഒരു ലെയർ മണ്ണ് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇടാം. ഇതൊക്കെ തന്നെ ഞാൻ ചാണകവും അതുപോലെ തന്നെ ഭൂമി പവർ ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഇട്ടാക്കുന്ന മണ്ണാണ്. ഈ തെങ്ങ് ഒരു നാടൻ തെങ്ങാണ്. 15 വർഷത്തോളം പ്രായമായ നാടൻ തെങ്ങാണ്. ഇതുപോലെ നമുക്ക് നല്ല ഇനം തെങ്ങാണെങ്കിൽ, അതായത് ഗംഗാബോണ്ടം അതുപോലെ മലേഷ്യൻ കുള്ളൻ പോലുള്ള തെങ്ങുകളാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കുവാനും അതിൻ്റെ കൃത്യമായ സമയത്ത് തന്നെ നല്ല രീതിയിൽ കായ്ഫലം ലഭിക്കുവാനുമൊക്കെ ഗ്രീൻ പ്ലാന്റ് വളങ്ങൾ നമ്മുടെ അടിസ്ഥാന വളങ്ങളോടൊപ്പം കൃത്യമായ അളവിൽ കൃത്യമായ ഇടവേളയിൽ നൽകി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് വളർത്തിയെടുത്ത് കൂടുതൽ കായ്ഫലം ലഭിക്കുവാൻ സഹായിക്കുന്നതാണ്. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.